ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും മില്യൺ ബിസിനസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അമേരിക്കയുടെ പുതിയ നയമാറ്റങ്ങൾ വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിനെ നല്ലപോലെ ബാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് വീണ്ടും മിക്ക സെക്ടറും ഇടിവിലേക്കാണ് പോയത്. ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,072-ൽ 310 പോയിൻറ്റ്സ് ഇടിഞ്ഞു. നിഫ്റ്റി ബാങ്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് 49,403-ലാണ് 578 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് 1,583 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 50,888-ൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇന്ന് 574 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 16,704-ൽ ക്ലോസ് ചെയ്തു. എല്ലാം ഇടിവാണ് രേഖപ്പെടുത്തിയത്. നിഫ്റ്റി മിഡ് ക്യാപ്പും നിഫ്റ്റി സ്മോൾ ക്യാപ്പും ഇന്ന് 3% മേളിലാണ് ഇടിഞ്ഞത്. ഇന്ത്യ വിക്സ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 14.87. സെൻസെക്സ് ഇന്ന് 1,018 പോയിൻറ്റ് ഇടിഞ്ഞ് 76,294-ൽ ക്ലോസ് ചെയ്തു. DII FII ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്നും DII 4,002 കോടിക്ക് ബൈ ചെയ്തപ്പോൾ FII ഇന്നും 4,486 കോടിക്ക് സെല്ലാണ് നടത്തിയത്. നെറ്റ് ബയേഴ്സ് DIM, നെറ്റ് സെല്ലേഴ്സ് FII ആയിരുന്നു. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഗെയിനേഴ്സ് വളരെ കുറവാണ്. അദാനി എൻ്റർപ്രൈസ് 1.32% ഗെയിനുണ്ടായി. ഗ്രാസിം 0.76%, ട്രെൻഡ് 0.52%, ഭാരതി എയർടെൽ 0.17%, ബ്രിട്ടാനിയ 0.09% ആൻഡ് ഹിൻഡൽകോ 0.01% ഗെയിൻ കിട്ടി. എന്നാൽ ഏഷ്യർ മോട്ടോഴ്സ് 6.70% വലിയൊരു ഇടിവാണ് ഉണ്ടായത്. അതുപോലെ തന്നെ അപ്പോളോ ഹോസ്പിറ്റലും 6.61% ഇടിവുണ്ടായി. ബജാജ് ഫിൻസർവ് 2.70%, ഹീറോ മോട്ടോകോപ്പ് 2.49%, L&T 2.45%, അൾട്രാസിംകോ 1.94%, TCS 1.73%, M&M 1.67%, മാരുതി 1.49% ആൻഡ് ബജാജ് ഓട്ടോ 1.47% ഇടിവ് രേഖപ്പെടുത്തി. നിഫ്റ്റി വർഷത്തെ മന്ത്ലി ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ 23,742-ൽ സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 23,071-ൽ ക്ലോസ് ചെയ്തപ്പോൾ 2.83% ലോസാണ് ഇതുവരെ വന്നിട്ടുള്ളത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 326 കമ്പനികൾ മാത്രമേ ഗ്രീനിൽ ക്ലോസ് ചെയ്തുള്ളൂ. ബാക്കി 2,532 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. സെക്ടർ വൈസ് നോക്കിയാലും എല്ലാ സെക്ടേഴ്സും ഇന്ന് ഇടിവാണ് ഉണ്ടായത്. അതിൽ നിഫ്റ്റി റിയാലിറ്റി മാത്രം എബോവ് 3% ഇടിഞ്ഞു. 2% എബോവ് ഇടിഞ്ഞ നിഫ്റ്റി PSU ബാങ്ക്, നിഫ്റ്റി മീഡിയ, നിഫ്റ്റി എനർജി, നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് എന്നിവ 2% മേലെ ഇടിവ് രേഖപ്പെടുത്തി. നിഫ്റ്റി ഓട്ടോ ഒന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 22,573, 538 പോയിൻ്റ് ഇടിഞ്ഞു. നിഫ്റ്റി IT 41,968, 628 പോയിൻ്റ് ഇടിഞ്ഞു. നിഫ്റ്റി PSU ബാങ്ക് 131 പോയിൻ്റ് കുറഞ്ഞ് 6,001-ൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 310 പോയിൻ്റ് കുറഞ്ഞ് 23,089-ൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 416 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 21,249-ൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 1,062 പോയിൻ്റ് ഇടിഞ്ഞ് 53,794-ൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 145 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 8,213-ൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ എന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 1,537-ലാണ് 45 പോയിൻ്റ് ഇടിഞ്ഞു. നിഫ്റ്റി റിയാലിറ്റി എന്ന് 27 പോയിൻ്റ് ഇടിഞ്ഞ് 863 പോയിൻറ്റ്സിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി ഇന്ന് 31,436 ക്ലോസ് ചെയ്തപ്പോൾ 673 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ ഇന്ന് 8,029 ക്ലോസ് ചെയ്തപ്പോൾ 140 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് 346 പോയിൻ്റ് ഇടിഞ്ഞ് 13,562-ൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസും 10,117-ൽ ക്ലോസ് ചെയ്തപ്പോൾ 199 പോയിൻറ്റ്സിൻ്റെ കുറവാണ് ഉണ്ടായത്. ഇനി നാളെ വരാനിരിക്കുന്ന Q3 റിസൾട്ടിൻ്റെ ഡീറ്റെയിൽസാണ് കാണുന്നത്. എൻഡ്രൻസ് ടെക്നോളജീസ്, ഗായത്രി ഹൈവേസ്, പ്രോക്ടർ ആൻഡ് ഗാമ്പിൾ, സുവൻ ഫാർമസ്യൂട്ടിക്കൽ എന്നിവ നാളെ റിസൾട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ USA നാളെ ക്രൂഡ് ഓയിൽ ഇൻവെൻട്രി ഡേറ്റ വരുന്നുണ്ട് 12 ഫെബ്രുവരിക്ക്. അതുപോലെ തന്നെ USA നാളെ കോർ CPI ഡേറ്റ വരുന്നുണ്ട്. ഇന്ത്യ എന്നുള്ള CPI ഡേറ്റയും നാളെയാണ് വരുന്നത്. ഇതാണ് പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം, നന്ദി.